നമസ്കാരം. എടനാട് ദേശത്തിൻ്റെ പരദേവതയായ വെള്ളിനേത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായുള്ള ഷഠാധാര പ്രതിഷ്ഠയും ആധാര ശില സ്ഥാപനവുമാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് ആ ചടങ്ങുകളിലേക്ക് പോയി വരാം. എടനാട് SNDP ശാഖയുടെ കീഴിലുള്ള എടനാട് ദേശത്തിൻ്റെ തന്നെ പരദേവതയായ വെള്ളിനേത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ 8:30 9:20 ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രത്തിന്റെ ആധാരശിലാസ്ഥാപനവും ഷഠാധാര പ്രതിഷ്ഠയും നിർവഹിക്കപ്പെട്ടു. ശ്രീമദ് ധർമ്മചൈതന്യ സ്വാമികളെ പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ച് ആധാര ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത് അദ്ദേഹമാണ്. ഗുരുദേവന്റെ കർമ്മകാണ്ഡത്തിന് ആരംഭം കുറിച്ചത് അരുവിപ്പുറത്തൊരു ക്ഷേത്ര പ്രതിഷ്ഠയോടുകൂടിയാണ്. പിന്നീട് കേരളത്തിലുടനീളം ഗുരുദേവൻ ക്ഷേത്ര പ്രതിഷ്ഠകൾ നിർവഹിക്കുകയുണ്ടായി. അദ്വൈത ചിന്തയുടെ മറ്റൊരു മഹാ ആചാര്യനായ ഈ കേരളത്തിൽ തന്നെ ജനിച്ച നമ്മുടെ തൊട്ടടുത്ത കാലടിയിൽ ജനിച്ച ശങ്കരാചാര്യരും അദ്വൈത ദർശനത്തെ ഭാരതത്തിലുണ്ടായ മറ്റ് എല്ലാ ദർശനങ്ങൾക്കുപരി പ്രതിഷ്ഠിച്ച വലിയൊരു അദ്വൈതവാദിയായിരുന്നു. ക്ഷേത്രം തന്ത്രി ഇടവൂർ ശ്രീ TV ഷിബുതന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി VS സജീവ് ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലും ക്ഷേത്രം സ്ഥപതി വിജയഹനു അവറുകളുടെ മഹനീയ സാന്നിധ്യത്തിലും ശ്രീകോവിലിന്റെ ഷഠാധാര പ്രതിഷ്ഠ നിർവഹിക്കപ്പെട്ടു. ആലുവ SNDP യൂണിയന്റെ കീഴിലുള്ള എടനാട് SNDP യോഗം ശാഖയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന വെള്ളിനേത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമാരംഭം ഇന്ന് ക്ഷേത്രത്തിൽ ഷഠാധാര പ്രതിഷ്ഠയോടുകൂടി നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. തന്ത്രശാസ്ത്രപരമായും യോഗശാസ്ത്രപരമായും ഷഠാധാര പ്രതിഷ്ഠ ക്ഷേത്ര നിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. മനുഷ്യ ശരീരത്തിലെ മൂലാധാര ചക്രം മുതൽ സഹസ്രാരം വരെയുള്ള മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ മുതലായിട്ടുള്ള 6 ആധാര ചക്രങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് തന്ത്രശാസ്ത്രത്തിൽ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ആധാരശിലയോട് അനുബന്ധമായി ഈ 6 ആധാരങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആധാരശില, അതുപോലെ നിധികുംഭം, പത്മം, കൂർമ്മം, യോഗനാളം, നപുംസകശില മുതലായിട്ടുള്ള 6 ഘടകങ്ങളെ സ്ഥാപിച്ച് അവിടെ ആർജിക്കപ്പെടുന്ന ഊർജത്തെ ആ വിഗ്രഹത്തിലേക്ക് ഗമിപ്പിച്ച് അത് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹദായകമായി തീരുന്നതിനുള്ള യോഗശാസ്ത്രത്തിൻ്റെയും തന്ത്രശാസ്ത്രത്തിൻ്റെയും സംയോഗമായിട്ടുള്ള ഒരു ക്രിയയാണ് ഇന്ന് ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ളത്. സാധാരണയായി ഭാരതത്തിലെ തന്ത്രശാസ്ത്രത്തിൽ ഇത്തരത്തിലുള്ള വളരെ നിഗൂഢമായിട്ടുള്ള ക്രിയകൾ സ്വാഭാവികമായിട്ട് നമുക്ക് കാണാൻ കഴിയും. എല്ലാവിധ താന്ത്രിക ശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടു കൂടിയും അതുപോലെ വാസ്തുശാസ്ത്രത്തിൻ്റെ പരിപൂർണമായ പിൻബലത്തോടു കൂടിയും തന്നെ അണുവിട കടുകിട വ്യതിചലിക്കാതെ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളത് ശാഖാ നേതൃത്വത്തിൻ്റെ അതിയായ ആഗ്രഹമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് നിർമ്മാണത്തിൻ്റെ സമാരംഭം മുതൽ കൃത്യമായി ഷഠാധാര പ്രതിഷ്ഠയോടുകൂടി അതിൻ്റെ നിർമ്മാണം ആരംഭിച്ച് മഹത്തായ ഒരു ശ്രീകോവിൽ നിർമ്മാണം പൂർത്തീകരിച്ച് അവിടെ ഭദ്രകാളി ദേവിയുടെ പ്രതിഷ്ഠ നിർവഹിച്ചുകൊണ്ട് ഈ പ്രദേശത്തുള്ള ഭക്തജനങ്ങൾക്ക് ഭഗവതിയുടെ എല്ലാവിധ അനുഗ്രഹ കൃപാകടാക്ഷങ്ങളും പ്രാർത്ഥിക്കുന്ന മാത്രയിൽ തന്നെ എല്ലാവർക്കും അനുഗ്രഹ കൃപയായി തീരുന്നതിനുള്ള ഒരു തന്ത്രശാസ്ത്രത്തിൻ്റെ പ്രക്രിയയാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ എത്തിച്ചേർന്നുള്ള ധാരാളം ഭക്തജനങ്ങളുണ്ട്. ഇവർക്കെല്ലാവർക്കും ഇത് അനുഗ്രഹദായകമായി തന്നെ തീരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ കുണ്ഡലിതമായി കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തെ ഉണർത്തി മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ ആധാരങ്ങളിൽ കൂടി സഹസ്രാരം വരെ ഉയർത്തിയാൽ അമൃതവർഷം ഉണ്ടാകും എന്നും അനേകം സിദ്ധികൾ കൈവരിക്കും എന്നും യോഗശാസ്ത്രം പറയുന്നു. ദേവിയുടെ സൂക്ഷ്മ ശരീരമായ പ്രതിഷ്ഠയിൽ അനുഗ്രഹ കലകളുടെ പ്രവാഹമുണ്ടാകുന്നതിനായി ക്ഷേത്ര നിർമ്മാണാരംഭത്തിൽ പ്രതിഷ്ഠാ വിഗ്രഹത്തിന് താഴെ ഭൂമിയിൽ നിന്ന് ഒന്നിനു മീതെ ഒന്നായി ഷഠാധാര പ്രതീകമായ ആധാരശില, നിധികുംഭം, അഷ്ടദളപത്മം, കൂർമ്മം,
യോഗനാളം, നപുംസകശില എന്നിവയെ പ്രതിഷ്ഠിക്കുന്നു. നിരന്തരം പൂജകളുടെ ഫലമായി ആധാരശിലയിൽ നിന്നുയരുന്ന തേജസ് ഷഠാധാരങ്ങൾ കടന്ന് മുകളിലേക്കുയർന്ന് ദേവീ വിഗ്രഹത്തിലൂടെ ബഹിർഗമിച്ച ദേവിയുടെ മുന്നിൽ നിന്ന് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുന്ന ഭക്തരുടെ മനസ്സിനും ശരീരത്തിനും ഊർജമായി പ്രവേശിച്ച സർവൈശ്വരപ്രദമായി തീർക്കുന്നു. രാവിലെ ഗണപതി ഹോമത്തോടു കൂടി ആരംഭിച്ച ചടങ്ങ് പിന്നീട് ശുദ്ധിയും പൂജകളുമാണ് നടന്നത്. രാവിലെ 8:30-നും 9:20-നും മധ്യയാണ് ഷഠാധാര പ്രതിഷ്ഠ നടന്നത്. ആലുവ SNDP യൂണിയൻ പ്രസിഡന്റ് വി സന്തോഷ് ബാബു, യൂണിയൻ സെക്രട്ടറി AN രാമചന്ദ്രൻ, യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ലതാ ഗോപാലകൃഷ്ണൻ, SNDP ശാഖാ പ്രസിഡന്റ് വിഷ്ണു പ്രസാദ്, സെക്രട്ടറി ഷിജി ഷാജി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് SN മീഡിയ. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.